ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീം ചീസ് ചിക്കൻ സമൂസയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴികാനെ ചേർത്തിട്ടുണ്ട്, പിന്നെ ചില്ലി പൗഡറും അതും കൂടി ചേർത്ത് ഒന്ന്, പിന്നെ ഇതിലേക്ക് സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പിനെസ് ആയിക്കാരം. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലായിരിക്കണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് കെച്ചപ്പാണ്. അതൊരു 1 ടീസ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചീസ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ക്യൂബ് ചീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാപ്രിക്ക പൗഡറാണ്. ഒരു 1 ടീസ്പൂണ് പാപ്രിക്ക പൗഡറും പിന്നെ ഓറിഗാനോ ഇറ്റാലിയൻ സീസണിന് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ ചില്ലി ഫ്ലിക്സാണ്. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് മയോണൈസാണ്, അതും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കെച്ചപ്പാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഒരുപാട് കെച്ചപ്പ് വയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരുപാട് കെച്ചപ്പ് ചേർക്കരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയന്, പിന്നെ അത് ഒന്നെടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളി 1 മതി, ഒരുപാടാവണ്ട. പിന്നെ മല്ലിയില, അത്യാവശ്യം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ഇതാ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുത്തിട്ട് കോണാക്കി ഈ ഒരു മിക്സ് എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ റമദാനിക്ക് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. റമദാൻ കരീം.